ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ക്രീമി പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ തന്നെ തക്കാളി, ഉള്ളിലെ കുരു കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്ത് വെക്കാനും, പിന്നെ ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ 2 വെളുത്തുള്ളി കുഞ്ഞിതായിട്ട് അരിഞ്ഞതും, പിന്നെ ഞാൻ ഇവിടെ പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുത്ത് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് കുഴഞ്ഞ് ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അതിൻ്റെ ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാസ്തയുടെ സോസ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ സോസുകളൊക്കെ ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക്, ഒരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതുപോലെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ലെയർ ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാല ചീസും അതുപോലെ ക്രീമും ചേർത്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ലെയറും നമ്മൾ സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ പൊട്ടറ്റോ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രീമും മസാല ചീസും കൂടി വെക്കുക. കടിക്കല്ലേ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് ബേക്ക് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ കുക്കറിൽ നമുക്ക് വിസിൽ മാറ്റിയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് 10 മിനിറ്റിന് ശേഷം ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അടിയിൽ ആ ചീസൊക്കെ കൂടി മിക്സ് ചെയ്തെടുക്കണം. പൊട്ടറ്റോ എല്ലാ ഭാഗത്തേക്കും മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കണ്ടാൽ എടുക്കുമ്പോൾ തന്നെ ചീസ് ഇങ്ങനെ വലിഞ്ഞു വന്നത് അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇവിടെ കടിക്കൽ